ഏപ്രിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ടൈംസ് നൗ മാട്രിക്സ് NC നടത്തിയ ഒരു സർവേ ഫലമാണ്. ആ സർവേ ഫലം BJPക്ക് ആശ്വാസവും ഒപ്പം തന്നെ ചില നിരാശകളും സമ്മാനിക്കുന്നുണ്ട്. പ്രധാനമായും ബീഹാറിലും പശ്ചിമ ബംഗാളിലുമൊക്കെ BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റ് നിലനിർത്താൻ കഴിയില്ല എന്നാണ് സർവേ ഫലം പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയുന്നത്. ബീഹാറിൽ കഴിഞ്ഞ തവണ BJPക്ക് 39 സീറ്റ് ഉണ്ടായിരുന്നു, 40-ൽ 39 ഉണ്ടായിരുന്നു. ഇപ്പോഴത് 35 കുറഞ്ഞിരിക്കുന്നു. പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോൾ 18 സീറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത്, അത് 16 വരുന്നു. മമതാ ബാനർജിക്ക് 22 ആയിരുന്നത് 26 ഉയരുന്നു. എന്നാൽ UPയിൽ വലിയ ഒരു മുന്നേറ്റം BJP നടത്തുന്നുവെന്ന് ഈ സർവേ പറയുന്നു. 80-77 സീറ്റും BJP നേടുമെന്ന് പറയുന്നു. ടോട്ടൽ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടുന്നത് 41.8% വോട്ട് BJP നേടും. INDA മുന്നണി 28.6% നേടുന്നത്. മറ്റുള്ളവരാണ് ബാക്കി ശതമാനം നേടുന്നത്. ഏതായാലും തെലങ്കാനയിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും. തമിഴ്നാട്ടിൽ BJPക്ക് 1 സീറ്റ് ലഭിക്കും, AIADMKക്ക് 2 സീറ്റ് ലഭിക്കും എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്ന വാർത്ത. മറ്റൊന്ന് കർണാടകത്തിലാണ്. കർണാടകത്തിൽ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷവും വലിയ സീറ്റുകൾ നേടിയിരുന്ന BJP ഇത്തവണ 21 സീറ്റിലേക്ക് ചുരുങ്ങും. അവരുടെ സഖ്യകക്ഷിയായ ജനതാദൾ 2 സീറ്റ് നേടുമെന്നും ഈ സർവേ പറയുന്നുണ്ട്. ടോട്ടൽ മുഴുവൻ സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 366 സീറ്റ് BJP നേടുമെന്ന് പറയുന്നു. പ്രതിപക്ഷം INDA മുന്നണി 104-ഉം അതേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ YSR കോൺഗ്രസ് ഉണ്ട്, ബിജു ജനതാദളുണ്ട്, AIADMK ഉണ്ട്. ഇങ്ങനെ ഈ 2 മുന്നണിയിലും പെടാതെ നിൽക്കുന്ന പാർട്ടികളുണ്ട്. ഇവരെല്ലാം ചേർന്ന് 73 നേടുമെന്ന് പറയുന്നത്. ഏതായാലും 366 സീറ്റ് എന്ന് പറയുമ്പോൾ BJP സംബന്ധിച്ച് ആശ്വാസമാണ്. കാരണം അവരുടെ ലക്ഷ്യം തന്നെ 400 അതിൽ ആ 400-ലേക്ക് എത്താൻ അവർക്ക് വളരെ കുറച്ച് സീറ്റ് മതിയാകും. കേരളത്തിലും നിരാശ തന്നെയാണ്. കേരളത്തിലും 1 സീറ്റും ലഭിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആന്ധ്രയിൽ അവരുടെ സഖ്യകക്ഷിയായ TDPയും ജനസേന പാർട്ടിയും കൂടി 6 സീറ്റ് നേടും. പക്ഷേ കേരളത്തിലെ BJPക്കാർക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നുണ്ട്. 19.8% വോട്ട് വിഹിതം നേടുമെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.